അമേരിക്കയും ഇറാനും തമ്മിൽ മാസങ്ങളായി നീണ്ടുനിന്ന യുദ്ധത്തിന് വിരാമമിട്ടുകൊണ്ട് ആഗോള സമ്പദ് വ്യവസ്ഥയെ വലിയ പ്രതിസന്ധിയിലാക്കിയ ഈ യുദ്ധം അവസാനിക്കുവാൻ ഇരുപക്ഷവും തമ്മിൽ ധാരണയായതായി ഇറാൻ ഉദ്യോഗസ്ഥർ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ഞായറാഴ്ച പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, വൈസ് പ്രസിഡന്റ് JD വാൻസ്, ഇറാന്റെ മുഹമ്മദ് ബാഗർ ഖാലിബാഫ് എന്നിവർ ചേർന്ന കരാറിൽ ഡിജിറ്റലായി ഒപ്പുവെച്ചു. ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാനുമായുള്ള കരാർ ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നുവെന്ന് ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെ വ്യക്തമാക്കി. ജൂൺ 19 വെള്ളിയാഴ്ച സ്വിറ്റ്സർലൻഡിൽ വെച്ച് നടക്കുന്ന കരാറിൽ ഇരു രാജ്യങ്ങളും ഔദ്യോഗികമായി ഒപ്പുവെക്കും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഈ സമാധാന ചർച്ചകളിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പ്രധാന മധ്യസ്ഥനായി പ്രവർത്തിച്ചു. തിങ്കളാഴ്ച പുലർച്ചെയാണ് കരാർ യാഥാർത്ഥ്യമായ വിവരം അദ്ദേഹം ലോകത്തെ അറിയിച്ചത്. തിങ്കളാഴ്ച രാത്രി മുതൽ ലെബനൻ ഉൾപ്പെടെയുള്ള എല്ലാ മുന്നണികളിലെയും യുദ്ധവും സൈനിക നീക്കങ്ങളും സ്ഥിരമായി അവസാനിപ്പിക്കുവാൻ ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ തീരുമാനിച്ചു. ഇറാൻ മാസങ്ങളായി പൂർണ്ണമായി അടച്ചിട്ടിരുന്നതും ലോകത്തെ പ്രധാന എണ്ണക്കടത്ത് പാതയുമായ ഹോർമൂസ് കടലിടുക്ക് ജൂൺ 19 വെള്ളിയാഴ്ചയോടെ വീണ്ടും തുറക്കും. ഇതോടൊപ്പം ഇറാനിയൻ തുറമുഖങ്ങൾക്കുമേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധം പിൻവലിക്കുവാൻ ട്രംപ് ഉത്തരവിട്ടു. കൂടുതൽ വിപുലമായ കരാറിലെത്തുവാൻ ഇരു രാജ്യങ്ങൾക്കും 60 ദിവസത്തെ വെടിനിർത്തൽ കാലയളവ് ലഭിക്കും. ഇറാന്റെ ആണവ പരിപാടിയുടെ ഭാവി, ഉപരോധങ്ങളിൽ നിന്നുള്ള പൂർണ്ണമായ മോചനം എന്നിവ ഈ 60 ദിവസത്തിനുള്ളിൽ ചർച്ച ചെയ്യും. ഇറാന്റെ പക്കലുള്ള 400 കിലോഗ്രാമിലധികം വരുന്ന യുറേനിയം ശേഖരം നശിപ്പിക്കുന്നതിനെക്കുറിച്ചും ഇതിൽ തീരുമാനമുണ്ടാകും. കരാറിന്റെ ഭാഗമായി അമേരിക്ക മുൻപ് മരവിപ്പിച്ചു വെച്ചിരുന്ന $25 ബില്യൺ ഇറാനിയൻ ആസ്തികൾ വിട്ടു നൽകുവാൻ സമ്മതിച്ചതായി ഇറാൻ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ഈ ചരിത്രപരമായ പ്രഖ്യാപനത്തെ തുടർന്ന് രാജ്യാന്തര വിപണിയിൽ എണ്ണവിലയിൽ വൻ ഇടിവുണ്ടായി. ബ്രന്റ് ക്രൂഡ് ഫ്യൂച്ചേഴ്സ് 4%, വെസ്റ്റ് ടെക്സസ് ഇന്റർമീഡിയറ്റ് 4.6% ഇടിഞ്ഞു. അതേസമയം ഏഷ്യൻ ഓഹരി വിപണികൾ വലിയ മുന്നേറ്റം രേഖപ്പെടുത്തി. ലെബനനിലെ സൈനിക നീക്കങ്ങൾ നിയന്ത്രിക്കണമെന്ന ട്രംപിന്റെ ആവശ്യത്തോട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വിയോജിച്ചിരുന്നു. ട്രംപ് നെതന്യാഹുവുമായി ഫോണിൽ സംസാരിക്കുകയും ആണവായുധമുള്ള ഇറാനിൽ നിന്ന് ഇസ്രായേലിനെ രക്ഷിച്ചതിന് നെതന്യാഹു തന്നോട് നന്ദി പറയണമെന്നും ട്രംപ് ന്യൂയോർക്ക് ടൈംസിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. ബ്രിട്ടൻ, ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി തുടങ്ങിയ ആഗോള ശക്തികൾ ഈ നീക്കത്തെ സ്വാഗതം ചെയ്യുകയും ഇറാൻ ആണവ പരിപാടികൾ നിയന്ത്രിക്കുന്ന മുറയ്ക്ക് ഉപരോധങ്ങൾ നീക്കാൻ തയ്യാറാണെന്ന് അറിയിക്കുകയും ചെയ്തു.